ആളുപെണ്ണേ, കുഞ്ഞുമാളും എവിടെ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ആടുകളും വിശേഷങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാളു പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയായിട്ടുണ്ട്, ഒരു 12 മണിയോളം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവൾ കുറച്ച് വെള്ളമേ കുടിക്കുള്ളൂ കേട്ടോ. സ്വല്പം നമ്മളിപ്പോൾ ചൂടല്ലേ എന്നൊക്കെ വിചാരിച്ച് കുറച്ചധികം എടുത്തു കഴിഞ്ഞാൽ അത് കുടിക്കില്ല. അപ്പോൾ നമ്മുടെ മാളുവിന് വിശേഷമുണ്ട്. മാളുവിന് ഇപ്പോൾ 1.5 മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നുവിനും ഉണ്ട് കേട്ടോ. 2 പേർക്കും ഉണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്ക് ഉറപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗർഭിണി ആടുകളുടെ ലക്ഷണമൊക്കെ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവളെ ക്രോസ് ചെയ്തിട്ട് ജനുവരി 14-ാം തീയതിയാണ് ഇവളെ ക്രോസ് ചെയ്ത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് 2-ാം തീയതി 3-ാം തീയതി 2-ാം തീയതി ആണോ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 2 മാസമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇവളെ ജനുവരി 14-ാം തീയതി, നമ്മുടെ പൊന്നുവിനെ ജനുവരി 11-ാം തീയതി, അങ്ങനെ 4 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ ഇവർ രണ്ടാളും തമ്മിൽ കേട്ടോ. അങ്ങനെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാളു പിന്നെ മതി കാണിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മുടെ പൊന്നുവിൻ്റെ കാര്യം എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അവൾ മതി എന്ന് വെച്ചാൽ ചെറുതായിട്ട് അവൾക്ക് അഴുക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു 20 ദിവസമായപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു 20 ദിവസമായിട്ടല്ലേ ഉള്ളൂ, അടുത്ത മതി ഇളകിയതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ക്രോസ് ചെയ്യിക്കാൻ കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഇതാട്ടോ നമ്മുടെ കുഞ്ഞുമാ. അപ്പോൾ ക്രോസ് ചെയ്യിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ആൾക്ക് ചെന പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ദിവസം കറക്കാറുണ്ട്. അപ്പോൾ കറക്കുന്ന പാല് കുറഞ്ഞ് വന്നിട്ട് ഒരു ഗ്ലാസും പിന്നെ കുറച്ചും പാല് ഇവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ പാല് ഇപ്പോൾ 1 ഗ്ലാസ് പോലും ഇല്ല, 1/2 ഗ്ലാസ്സിനും കുറവായിട്ടുണ്ട്. 1/2 ഗ്ലാസ്സിലും താഴെ ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. അത്രയാണ് അവൾക്ക് കിട്ടുന്ന പാല്. എന്നാലും ഞാൻ ദിവസം കറക്കാറുണ്ട്. നമുക്ക് ചായക്കുള്ളതൊക്കെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നോമ്പല്ലേ, അപ്പോൾ ഒന്നിലേ ജ്യൂസ് അടിക്കാനോ ചായക്ക് എടുക്കാനോ എന്തിനെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, ചെന പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ പിന്നെയും നമ്മളിങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ മതി കാണിക്കാത്ത ആടുകളൊക്കെ നിങ്ങൾ വാവ് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറുത്ത വാവ് വെളുത്ത വാവൊക്കെ നമ്മുടെ കലണ്ടറിൽ ഒരു കുത്തുണ്ടാവും. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുത്തുന്നൊക്കെ ഞാൻ പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറുത്ത പുള്ളി വെളുത്ത പുള്ളിയായിട്ട് അവരിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ദിവസം, അതിൻ്റെ ഒരു 2 ദിവസം മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ദിവസം കറക്റ്റായിട്ടൊക്കെ ആടുകൾ മതി കാണിക്കും. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിക്കുക. രാവിലെ തുടങ്ങിയെങ്കിൽ വൈകുന്നേരം കൊണ്ടുപോയാൽ മതി, വൈകുന്നേരം തുടങ്ങിയെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ ശരിയാവും. ഒരുപാട് ആൾ കമൻ്റ് ഇടാറുണ്ട്, ഇത്ര മാസമായി പ്രസവിച്ചിട്ട് മതി കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് ശരിയാവും. ചിലപ്പോൾ സൈലൻ്റൊക്കെ ആകുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നതായിരിക്കും. പിന്നെ വൈകുന്നേരം നമ്മൾ കുറച്ച് സമയം മേയാനായിട്ട് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ തൊട്ടവാടി പുല്ലൊന്നും ഇപ്പോൾ കിട്ടാനില്ല, എല്ലാം കരിഞ്ഞ് ഉണങ്ങി. പിന്നെ നമ്മുടെ തൊട്ടടുത്ത പറമ്പിൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഓരോ ഇല കടിക്കാനേ ഉള്ളൂ കേട്ടോ, പറ്റ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ തീരെ കിട്ടുന്നില്ല. അവരെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് നടന്നിട്ട് എന്തെങ്കിലും പിച്ചി കഴിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മാളു അണിച്ചെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടമുണ്ട്. ഇവളങ്ങ് ഓടുന്നുണ്ട്, മറ്റവളും കിടന്ന് ഓടാൻ തുടങ്ങും. അപ്പോൾ തീറ്റയൊക്കെ വളരെ കുറവ് തന്നെയാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ വേനൽക്കാലത്ത് വെള്ളം നല്ലപോലെ അങ്ങ് കൊടുക്കുക. തീറ്റ കുറച്ച് കുറഞ്ഞാലും വെള്ളം കൊണ്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചിലർക്കൊക്കെ പ്ലാവില നല്ലപോലെ കിട്ടുന്നുണ്ടാവും, നമ്മുടെ ഇവിടെ അതും കുറവാണ്. പിന്നെ ദിവസവും ഇവർക്ക് ഞാൻ കുറച്ച് പ്ലാവില അപ്പുറത്തൊന്നും വീണ് കിടക്കുന്നൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ഇവർക്ക് കഴിക്കാനുള്ളതൊക്കെ കിട്ടും കേട്ടോ. അത് ഞാൻ കഴുകിയിട്ട് ഉണക്കാനിടും, ഇപ്പോൾ വെയിലുണ്ടല്ലോ, എന്നിട്ട് അത് കൊടുക്കും. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്